വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാനും പറ്റില്ല. എൻ്റെ ഒരു സന്തോഷം നിങ്ങളെ കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ കയറിയപ്പോഴത്തേക്കും ഒരു പോസ്റ്റ് കാണാനിടയായി. ആളുടെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല കേട്ടോ. അപ്പോൾ ആ പോസ്റ്റിൽ എഴുതിയേക്കുന്ന ഇങ്ങനെയാണ്: എനിക്കും മക്കൾക്കും ആരുടെയെങ്കിലും പക്കൽ ഡ്രസ്സ് ഉണ്ടെങ്കിൽ അയച്ചു തരുമോ, ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് വാങ്ങാനൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പം എനിക്ക് ആ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. പക്ഷേ ആ ഒരു പോസ്റ്റ് കണ്ടപ്പം കുറച്ച് സങ്കടമായി. ആ സങ്കടത്തിനേക്കാളുപരി എനിക്ക് സന്തോഷമാകാൻ കാരണം ഞാൻ നേരത്തെ മുതലേ യൂസ് ചെയ്തതും ചെയ്യാത്തതും ഇപ്പം എനിക്ക് പാകമാകാത്തതുമായ ഒരുപാട് ഡ്രസ്സ് ഞാൻ അലമാരയിൽ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു, ദൈവമേ ഇതൊക്കെ ആർക്ക് കൊടുക്കും? എനിക്കോ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം 2 ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിക്ക് വണ്ണം വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഡ്രസ്സൊന്നും പാകമാവത്തില്ല. അപ്പം ഞാൻ ആർക്ക് കൊടുക്കും എന്നൊക്കെ ഓർത്ത് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. എന്നാലും ഞാൻ പറ്റും പോലെ കുറച്ച് പേരെയൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും എൻ്റെ മനസ്സിൽ അർഹതപ്പെട്ടവർക്ക് എത്തണമെന്നാണ്. ഇന്നത്തെ കാലത്ത് ഉള്ളവർ പോലും കൂടെ വീണ്ടും വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേങ്കിൽ ഇല്ലാത്തവർക്ക് കൊടുക്കുക, അല്ലെ ഒട്ടും ഇല്ലാത്തവർക്ക് കൊടുത്തേക്കെന്ന് മാത്രം ആരും പറയത്തില്ല. അപ്പോൾ ഞാൻ ഓർത്തു, അർഹതപ്പെട്ടവർ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ മുന്നിൽ ദൈവം കൊണ്ടെത്തിക്കും. ആ ഒരു സമയത്ത് അത് കൊടുക്കാമെന്ന് കരുതി ഞാൻ അങ്ങനെ തന്നെ മാറ്റി വെച്ചേക്കുമായിരുന്നു. അങ്ങനെയാണ് ആ ഒരു പോസ്റ്റ് ഞാൻ കാണാനിടയായതും എനിക്ക് ഒരുപാട് സന്തോഷമായതും. അപ്പം തന്നെ ഞാൻ ആ വ്യക്തിയുടെ ID-യിൽ കയറിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചു, റിയലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. 2 കുഞ്ഞു മക്കളാണ്, പിന്നെ ഹസ്ബൻഡിന് വയ്യാത്തതാണ്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എന്നെ കഴിയാവുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യാം, സങ്കടപ്പെടേണ്ട, ഞാൻ എൻ്റെ നമ്പർ തരാം, എനിക്ക് അഡ്രസ്സ് ഒന്ന് വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് അഡ്രസ്സ് സെൻഡ് ചെയ്ത് തന്നു. അന്നത്തെ ദിവസം ഞാൻ ഉറങ്ങിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം അന്ന് രാത്രിക്കാണ് ഞാൻ ഈ ഒരു പോസ്റ്റ് കാണുന്നത്. അന്ന് രാത്രിക്ക് തന്നെ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ റൂമിൽ വന്ന് അലമാര ഇരുന്ന് എൻ്റെ പഴയ ഡ്രസ്സുകളും യൂസ് ചെയ്തതും ചെയ്യാത്തതും അധികം ഉപയോഗിക്കാത്തതും ഒക്കെ ആയിട്ട് എല്ലാ ഡ്രസ്സുകളും ഞാൻ നേരെ കട്ടിലിലോട്ട് വാരി പെറുക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും എൻ്റെ പണികളെല്ലാം ഒതുക്കിയതിന് ശേഷം ഞാൻ ഓർത്തു, ഇന്ന് തന്നെ അങ്ങ് അയക്കാം, എത്രയും പെട്ടെന്ന് അതിന് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് ഓർത്ത്. അപ്പം ആളുടെ ആ ഒരു സൈസോ വണ്ണോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് അത്യാവശ്യം കുറച്ച് ഡ്രസ്സ് മാത്രം അയച്ചു കേട്ടോ. അപ്പം ബാക്കി ഡ്രസ്സൊക്കെ പിന്നീട് അയക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് മാത്രം എടുത്ത് പാക്ക് ചെയ്യുവാണ്. അങ്ങനെ അതെല്ലാം കട്ടിലെ വാരി ഇന്നലെ രാത്രി ഇട്ടതെല്ലാം ഞാൻ ഇന്നെടുത്ത് മടക്കി വെക്കുവാണ് കേട്ടോ. അപ്പോൾ ഒരു പായ്ക്ക് നിറച്ചുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കും ഒരു മോനും ഒരു മോളുമാണ്. അപ്പം എനിക്ക് 2 ആൺകുട്ടികളായതുകൊണ്ട് തന്നെ മോനുള്ള ഡ്രസ്സ് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം നോക്കിയെടുക്കണം കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം കൊണ്ട് ഇരിക്കാൻ മേലാത്തൊരവസ്ഥയായി. അപ്പം നമ്മൾ അത്യാവശ്യം കുറച്ച് ഡ്രസ്സ് കൊടുത്തിട്ട് ആൾക്ക് പാകാവോ ഇല്ലയോ എന്നൊക്കെ എന്നെ അറിയിച്ചതിന് ശേഷം എനിക്ക് ബാക്കി അയച്ചാൽ മതി. കാരണം നമ്മൾ കൊറിയർ ഓഫീസിലൊക്കെ കൊണ്ടുപോയി ഇത് അയക്കുമ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ പൈസ കൊടുക്കണം. അപ്പോൾ ഈ ഒരു സംഭവം അവർക്ക് ഉപകാരപ്പെട്ടില്ല എങ്കിൽ, അവർ നോക്കിയിട്ട് ഉപകാരപ്പെട്ടില്ല എങ്കിൽ അത് നമുക്ക് റിട്ടേൺ വരുമ്പോഴത്തേക്കും നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാനത് ചോദിക്കുകയും കൂടെ ചെയ്തു. ഞാൻ അയച്ചു കഴിഞ്ഞാൽ അത് പാകാവോ, എങ്ങനെയാണ് ആളുടെ ആ ഒരു വണ്ണം പൊക്കം, അതൊക്കെ ഞാൻ ചോദിച്ച് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഹാപ്പിയായി. ഞാൻ പറഞ്ഞ് കുറച്ച് ഡ്രസ്സ് ഞാൻ അയച്ചു തരാം, എന്നിട്ടത് പാകമാണെങ്കിൽ ഞാൻ ബാക്കി അയക്കാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഒരു പായ്ക്ക് നിറച്ച് തിക്കി ഞാൻ കുറച്ച് ഡ്രസ്സ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇന്ന് തന്നെ അയക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്ന എത്രയും പെട്ടെന്ന് ആളുടെ കയ്യിലെത്തുവാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷമാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അടുത്ത ദിവസം തന്നെ അയക്കാം, എന്നിട്ട് അത് എത്തിക്കഴിയുമ്പോഴത്തേക്കും എനിക്ക് മെസ്സേജ് അയക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതെല്ലാം കൂടിൽ വെച്ച് പാക്ക് ചെയ്യുവാണ്. നമ്മുടെ കൊറിയർ ഓഫീസിൽ ഒന്നരാടാണ് കേട്ടോ വണ്ടി വരുന്നത്. അപ്പം അവിടുത്തെ ആ ഒരു ഡീറ്റെയിലോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾക്ക് കൊറിയർ അയച്ചു കൊടുക്കുന്നത്. നമ്മൾ തൊട്ടടുത്ത വീട്ടിലും സ്വന്തക്കാർക്കും കൂട്ടുകാർക്കും ഒക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ അയച്ചു കൊടുക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ
ഈ ഒരു വാർത്ത, ഈ ഒരു പോസ്റ്റ് കണ്ട ആ സമയത്തിന് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് കൊറിയർ ഓഫീസിൽ പോയിട്ട് അവിടുത്തെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ തിരക്കി, എത്ര രൂപയാകും കിലോയ്ക്ക് അങ്ങനെ എന്നൊക്കെ ചോദിച്ച് തിരക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ ഇതൊക്കെ പാക്ക് ചെയ്ത് ഇന്ന് തന്നെ എത്തിക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്യുകയാണ്. ഇനിയിപ്പം എൻ്റെ ബാക്കി എന്ത് തിരക്കുണ്ടെന്ന് പറഞ്ഞാലും ഇതൊന്ന് കൊറിയർ ഓഫീസിൽ കൊണ്ടുപോയി അഡ്രസ്സ് കാര്യങ്ങളൊക്കെ എഴുതി ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള ഒരു മനസ്സുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം ഞാൻ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന ഒരു ന്യൂസാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഹെൽപ്പ് ആരെങ്കിലും ചോദിച്ച് വരണേ എന്നുള്ളത്. അങ്ങനത്തെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിനൊക്കെ ശേഷം ഇനി നേരെ ഞങ്ങൾ കൊറിയർ ഓഫീസിലിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വൈക്കത്തുള്ള കൊറിയർ ഓഫീസിൽ ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു, ഇങ്ങനെ കൂടുതലായിട്ട് കൊണ്ടുവന്നാൽ പോരാ, നല്ല രീതിയിൽ അത് ടേപ്പൊക്കെ ചുറ്റി ഒട്ടിച്ച് റെഡിയാക്കിയതിന് ശേഷം അവർ തന്നെ അഡ്രസ്സ് എഴുതി ഒട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷെ നമുക്കതേക്കുറിച്ചൊന്നും അറിയത്തില്ലാഞ്ഞുകൊണ്ട് ആ ചേച്ചി പറഞ്ഞു തന്നു, അപ്പുറത്തെ കടയിൽ ടേപ്പ് കിട്ടും, അപ്പോൾ അത് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർ തന്നെ അത് ചുറ്റി നല്ല ടൈറ്റ് ചെയ്ത് വെക്കാമെന്ന് കരുതി പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും അനിയനും പോയിട്ട് ടേപ്പൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതൊക്കെ അവിടെ കിടന്ന ഒരു കവറിലും കൂടെ ഒന്നുകൂടി പാക്ക് ചെയ്തതിന് ശേഷം ടേപ്പൊക്കെ ചുറ്റി നല്ല രീതിക്ക് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരോ കസ്റ്റമർ ഓരോന്ന് എടുക്കാനും കൊടുക്കാനും ഒക്കെ ആയിട്ട് വരുന്നത് കൊണ്ടാണ് നമ്മൾ മാറി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അനിയനാണ് വീഡിയോ എടുത്ത് തന്നെ. അപ്പോൾ ഞാൻ പറയുമായിരുന്നു 3 കിലോ ഉണ്ടായിരുന്നെന്ന് കേട്ടോ. അപ്പം കിലോയ്ക്ക് ഇത്ര രൂപ വെച്ചാണ് ഇവിടെ കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇത് കൊറിയറൊക്കെ ഒന്നുകൂടി ഒന്ന് നല്ല രീതിക്ക് സെറ്റ് ചെയ്യണം കേട്ടോ. കാരണം അത്രയും ദൂരെ അയച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ എടുത്തെടുത്ത് പറയുമായിരുന്നു, മിസ്സായി പോകരുത്, ആൾക്ക് തന്നെ എത്തണം എന്നൊക്കെ. ഞാൻ സൂക്ഷിച്ച് നോക്കിയാണ് അഡ്രസ്സ് തന്നെ എഴുതിയത് കേട്ടോ. ഞാനാണ് അഡ്രസ്സ് എഴുതി റെഡിയാക്കി കൊടുത്തത്. അപ്പോൾ അവരത് ഒട്ടിച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ കയ്യിൽ അത് അഡ്രസ്സൊക്കെ എഴുതി റെഡിയാക്കി, പിന്നെയാണെങ്കിൽ ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം വേണം നമുക്ക് പുറത്തേട്ട് ഇറങ്ങാനായിട്ട്. എല്ലാ കാര്യങ്ങളും ആ ചേച്ചിയുടെ അടുത്ത് ഞാൻ ചോദിച്ച് അങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ഇത് പെട്ടെന്ന് എത്തുമോ, നാളെ തന്നെ എത്തുമോ? അപ്പം ചേച്ചി പറഞ്ഞു സ്പീഡ് പോസ്റ്റാണ്, ഒരു ദിവസത്തെ ഇത് മതി, പെട്ടെന്ന് തന്നെ എത്തും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി കേട്ടോ. ഈ ഒരു കൊറിയർ അയച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാനൊരു 10-12 വർഷമായിട്ട് കാത്തിരുന്നൊരു വാർത്തയാണ് ആരെങ്കിലും എൻ്റെ അടുത്ത് ഡ്രസ്സ് ചോദിച്ച് വരണേ എന്നുള്ളൊരു വാർത്ത. നമ്മൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഉള്ളവരാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് കൊടുക്കാനും ഒരു മടി. കാരണം ഒരുപാടുള്ളവർ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്? കാരണം തീരെ ഇല്ലാണ്ട് കീറിയതും പറഞ്ഞതും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ കൺമുന്നിൽ കാണില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് തീരെ പാവപ്പെട്ട, ഒന്ന് പുറത്തേട്ട് പോലും ഒരു നല്ല ഡ്രസ്സിട്ട് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഏതെങ്കിലും ഒരു സമയത്ത് ദൈവം നമ്മുടെ കൺമുന്നിൽ കൊണ്ട് നിർത്തിത്തരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞറിഞ്ഞോ നമ്മൾ അറിയും എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത് കേട്ടോ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് നമ്മുടെ കൂട്ടുകാരാണെങ്കിലും അയൽവക്കംകാരാണെങ്കിലൊക്കെ ഡ്രസ്സ് ചോദിച്ചു. പക്ഷേ അവർക്ക് ഇഷ്ടം പോലെ ഒരു ബെഡ് ഉണ്ടാക്കാനുള്ള ഡ്രസ്സുണ്ട്, അതുപോലെ ഡ്രസ്സ് ഉള്ളവരാണ് വീണ്ടും ചോദിക്കുന്നത്. പക്ഷേ ഞാൻ കൊടുക്കും കേട്ടോ, ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരുപാട് ഞാൻ കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെ ഇനിയും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയുള്ള സഹായങ്ങൾ ഞാൻ ആർക്കാണെങ്കിലും ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ കൊറിയറെല്ലാം കൊടുത്തതിനൊക്കെ ശേഷം നേരെ ഞങ്ങൾ തലയോലപ്പറമ്പിലോട്ട് പോയി. അവിടെ പോയതിന് ശേഷം കുറച്ച് വട്ടുംകറലും ഒക്കെ മേടിച്ചു. പിന്നെ കുറച്ച് കപ്പയൊക്കെ മേടിച്ചിട്ടാണ് നേരെ വീട്ടിലോട്ട് വന്നത് കേട്ടോ. അപ്പോൾ കപ്പയും കുറച്ച് കറിവേപ്പിലൊക്കെ മേടിച്ചു. നമ്മുടെ ഇവിടെ കറിവേപ്പില തീരെ കിട്ടാനില്ലാത്തതുകൊണ്ട് കറിവേപ്പില കണ്ടപ്പോഴത്തേക്കും ഞാൻ കുറച്ച് മേടിച്ചു കേട്ടോ ആ കൂടെ. അങ്ങനെ ഈ ഒരു ടേപ്പ് നമ്മൾ ആ കൊറിയർ പൊതിയാൻ വേണ്ടിയിട്ട് മേടിച്ച് കൊടുത്തതാണ്. അപ്പം ബാലൻസ് വന്നപ്പോൾ ആ ചേച്ചി പറയുമായിരുന്നു, കൊണ്ടുപോയിക്കോ, ഇനിയും കൊറിയറൊക്കെ പൊതിയാനുണ്ടെങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവരാമല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് സ്നാക്സ് മേടിച്ചു. ഉച്ചയ്ക്ക് നമ്മളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. രാവിലെയും ഫുഡൊന്നും കാര്യമായിട്ട് കഴിക്കാഞ്ഞതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ പോയിട്ട് പാൽ ചായയൊക്കെ തിളപ്പിച്ച് എല്ലാവർക്കും കൊടുത്ത് ഞാനും വന്നിരുന്ന് ചായയൊക്കെ കുടിക്കുവാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കപ്പ പുഴുങ്ങാനും വട്ടുംകറിലും ഒക്കെ റെഡിയാക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അമ്മ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പപ്സും പിന്നെ പഴംപോളിയും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ എൻ്റെ ട്രൈപോഡ് ഫോൺ ഈ അറ്റത്തിരിക്കുന്ന കണ്ടിട്ട് കുഞ്ഞിക്കുട്ടൻ നേരെ അത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പം അനിയൻ അവനെ വലിച്ചു മാറ്റിയതാണ്. അങ്ങോട്ടേക്ക് വെയിലടിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ജനൽ വഴി, അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ. പിന്നെ ചേട്ടൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ചായ കുടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും ഉള്ള ചായയാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് എടുത്തേക്കണേ.
ചേട്ടന് പിന്നെ മന്ത്രിമാരുടെ സ്വഭാവമാണ്. നമ്മൾ ഫുഡ് കഴിക്കാനാണെങ്കിലും എന്ത് ചെയ്യാനാണെങ്കിലും എല്ലാ കൂട്ടവും റെഡിയാക്കി വെച്ചാലും നമ്മളത് കഴിച്ച് കഴിഞ്ഞ് പകുതി ആകുമ്പോഴത്തേക്കുമാണ് ചേട്ടൻ വരുന്നത്. അങ്ങനെ പിന്നെ ദേ അവിടെ ചേട്ടൻ ആ ഒരു സൈഡിലിരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആൾ പതിയെ അപ്പുറത്തേട്ട് മാറി കേട്ടോ. കാരണം ആൾക്ക് അങ്ങനെ ക്യാമറയിൽ വരാനോ അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോയിലോ അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ചില റീൽസിലൊക്കെയും അല്ലെങ്കിൽ വീഡിയോസിലൊക്കെയും ഞാൻ നിർബന്ധിച്ച് കൊണ്ടുതന്നെയാണ് കേട്ടോ. അങ്ങനെ ദേ ചേട്ടൻ ഇങ്ങനെ സൈഡിലേക്ക് മാറിയിരിക്കുവാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അതാകുമ്പോഴത്തേക്കും മുഖമൊന്നും അങ്ങനെ കാര്യമായിട്ട് വീഡിയോയിൽ കിട്ടത്തില്ലല്ലോ. എനിക്ക് പിന്നെ അങ്ങനെ കട്ടിൽ വേണമെന്നോ ഇതേപോലെ പാ വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. എനിക്കിങ്ങനെ തറ കിട്ടിയാൽ മതി. എനിക്ക് അവിടെ ഇങ്ങനെ ചമ്പ്രം പടിഞ്ഞിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫുഡ് കഴിക്കാനൊക്കെ ആണെങ്കിലും എനിക്ക് നിലത്തിരുന്ന് കഴിക്കാനാണ് കേട്ടോ കൂടുതലിഷ്ടം. പിന്നെ ചില സമയത്ത് കട്ടിലേലൊക്കെ കയറി ഇരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ പൂച്ചക്കുട്ടന്മാരും വന്നിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അവർ ചില ആഹാരം മാത്രമേ അവർ കഴിക്കത്തുള്ളൂ കേട്ടോ. കടിച്ചു പൊട്ടിക്കാനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു ചായകുടിയുടെ വീഡിയോ തന്നെ 10-15 മിനിറ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിലിട്ടേക്കണത്. അല്ലെങ്കിൽ ചിലപ്പോൾ കാണികളും അത് കണ്ട് ബോറടിച്ചൊരു പരിവാകും. അങ്ങനെ ദേ കുഞ്ഞിക്കുട്ടന് ഞാൻ വയറ് നിറച്ച് കുറുക്കൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ചായ കുടിക്കാനിരുന്നത്. അവനും അമ്പാടിക്കും ഫുഡൊക്കെ കൊടുത്തതിനൊക്കെ ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനും ചായ കുടിക്കാനൊക്കെ ഇരിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ദേ അമ്പാടിയും ഇവിടെ ഏതാണ്ടൊക്കെ തിന്ന് കിടപ്പുണ്ട്, കേക്കോ എന്തൊക്കെയോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് ചായ കുടിച്ച് നേരെ പുറത്തേട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ അമ്മ ഇവിടെ ഇരുന്ന് പപ്സും ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ വട്ടുംകറിലും ഒക്കെ ഒന്ന് കഴുകാമെന്ന് കരുതി നേരെ പുറത്തേട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഈ തട്ട് മുഴുവൻ നിറച്ച് പാത്രങ്ങൾ, ഇന്നലെ വൈകിട്ടത്തെ പാത്രവും രാവിലത്തെ പാത്രവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ കൂട്ടി ആ തട്ടിൽ ഒരു കപ്പ് വെക്കാൻ പോലും സ്ഥലമില്ലാണ്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഇനിയിപ്പോൾ ഈ പാത്രമൊക്കെ കഴുകി കയറ്റിക്കൊണ്ട് അടുക്കി വെച്ചതിന് ശേഷം നമുക്കതൊക്കെ വന്ന് റെഡിയാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അടുത്ത മഴയ്ക്ക് മുന്നേ എനിക്കെല്ലാം റെഡിയാക്കി അകത്ത് കയറണം. പിന്നെ ഇത് നമ്മുടെ മുറ്റത്തെ വെള്ളമൊന്നും അങ്ങ് ഇറങ്ങിയിട്ടില്ല കേട്ടോ. കാൽപാദം മൂടി നല്ലപോലെ വെള്ളം ഉണ്ടായിരുന്നു. കുറച്ചൊന്ന് ഇറങ്ങി. ഒരു ദിവസത്തെ തെളിവ് കണ്ടപ്പോഴത്തേക്കും വെള്ളമൊക്കെ ഇറങ്ങി കേട്ടോ. പക്ഷേ എങ്കിൽ വീണ്ടും ഒരു കുഞ്ഞ് മഴ പെയ്താൽ വീണ്ടും നമ്മുടെ ഇവിടെയൊക്കെ വെള്ളം പൊങ്ങും കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് പാത്രങ്ങളൊക്കെ കഴുകുവാണ്. നമ്മുടെ വേലിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് കിടന്നിട്ട് അപ്പുറം ഇപ്പുറം ഒക്കെ കാണാം കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ പഴുതാ മേടിച്ചുകൊണ്ട് വന്ന് വേലിയൊക്കെ പൊക്കി കെട്ടി റെഡിയാക്കണം. അപ്പോൾ അപ്പുറത്തൊരു കോഴി നിൽപ്പുണ്ട്. ആ കോഴിക്ക് എന്നോട് എന്തോ ഒരു മുൻശത്രുതയുണ്ടെന്ന് തോന്നുന്നു. ആ കോഴി എപ്പോഴും എന്നെ കൊത്താനായിട്ട് വരും കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ സൈഡിൽ എരിഞ്ഞ് നോക്കി നിൽക്കുവാണ്. അത് അതിൻ്റെ വിടവിൽ കൂടെ എങ്ങാനും വരുന്നുണ്ടോ, പറന്ന് വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ മിറ്റം വഴി വെറുതെ നടന്നു പോയതാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ആ കോഴി എന്തൊക്കെയോ ചിക്കിപ്പെറുക്കി നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഞാൻ ഒരു സൈഡിൽ കൂടെ പോയി എന്നെ പറന്ന് വന്നത് എൻ്റെ കാലിൻ്റെ പുറകിനിട്ട് കൊത്തി കേട്ടോ. നല്ലപോലെ വേദന എടുത്ത്. അങ്ങനെ മുറിഞ്ഞൊന്നുമില്ല. പാൻ്റ് ഇട്ടിരുന്നതുകൊണ്ട് തന്നെ പാൻറ്റയിലോട്ടാണ് കൊത്തുകൊണ്ടത്. പക്ഷേ കാലെ കൊണ്ട് നല്ലപോലെ വേദന എടുത്ത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് നോക്കുന്നത്. പറന്ന് വന്നെങ്ങാനും കണ്ണി കൊത്തിയാൽ പിന്നെ തീർന്ന്. അത് മറ്റേ തമിഴ്നാട്ടിലെ കോഴിയാണ് കേട്ടോ. മറ്റേ പോരുകോഴിയാണ്. ആ ഒരു സാധനം അവിടെ ഉള്ളൂ. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെയൊക്കെ കോഴിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര പേടി. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. അമ്മയാണെങ്കിൽ കമ്പും കോലും ഒക്കെ ആയിട്ടാണ് പോകുന്നത് കേട്ടോ. എനിക്ക് പിന്നെ കമ്പും കോലുമായിട്ട് ഞാൻ പോയാലും വലിയ വെട്ട് കത്തിയായിട്ട് പോയാലും കോഴി എൻ്റെ പുറകെ വരും കേട്ടോ. അതുകൊണ്ട് പിന്നെ വടിയും കോലും ഒന്നും എടുക്കാറില്ല. കോഴീനെ കണ്ടു കഴിഞ്ഞാൽ നേരെ തിരിച്ച് പെരയുടെ അകത്തോട്ട് കയറും കേട്ടോ ഉള്ളൂ. കാരണം എനിക്ക് അത്ര പേടിയാണ് ആ ഒരു കോഴീനെ. ആ ഒരു കുഞ്ഞു കോഴിയാണ്, തീരെ കുഞ്ഞു കോഴിയാണ്. പക്ഷേ അതിൻ്റെ ഊരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനയുടെ ഊരാ. അത് നമ്മളെ ഓടിച്ചിട്ട് കൊത്തും കേട്ടോ. എന്നെ കാണുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. ഈ വീട്ടിൽ വേറെ ആരെ കണ്ടാലും ഒരു പ്രശ്നവും ഇല്ല. എന്നെ കാണുമ്പോഴത്തേക്കും അതിന് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ബിരിയാണി തിന്നുകൊണ്ട് നിന്നാൽ പോലും എന്നെ കണ്ടു കഴിഞ്ഞാൽ ഓടി വരും കേട്ടോ കൊത്താനായിട്ട്. അയ്യോ, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് നോക്കുന്നത്. ഇങ്ങോട്ടെങ്ങാനും വേലി നൂണ്ട് വരുന്നുണ്ടോ, ഇനിയിപ്പം ആ ഒരു പടുതയൊക്കെ ഇങ്ങനെ വിട്ട് കിടക്കുന്നതുകൊണ്ട് വേലിയുടെ പൊക്കത്ത് കൂടെ ചാടി വരുന്നുണ്ടോ എന്നാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് നോക്കുന്നത്. അപ്പുറത്ത് എന്തൊക്കെയോ ചിക്കിപ്പെറുക്കി ബാക്കി കോഴികളുടെ കൂടെ നിന്ന് കഴിക്കുവാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് പാത്രങ്ങളൊക്കെ വേഗം കഴുകുവാണ്. എനിക്കാണെങ്കിൽ ഒരുപാട് നേരം ഈ വെള്ളത്തിൽ ഇങ്ങനെ ചവിട്ടി നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കഴുത്തോളം വെള്ളം വരെ കയറിയിട്ടുള്ളതാണ്. നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ ഭാഗം വരെ മുങ്ങിപ്പോയിട്ടുള്ളതാണ് കേട്ടോ 2018 വെള്ളം വന്നപ്പോഴത്തേക്കും. പക്ഷേ അന്നേരം ഒന്നും നമുക്കങ്ങനെ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു 2 സിസേറിയനും അടുപ്പിച്ച് കഴിഞ്ഞത് കൊണ്ട് തന്നെ രണ്ടാമത് പ്രഗ്നൻ്റ് ആയിരുന്ന സമയം തൊട്ടേ എനിക്ക് തുടങ്ങിയ ഒരിതാണ്. ചെറുതായിട്ടൊന്ന് കാലിൽ തണുപ്പടിച്ചാൽ തന്നെ ഭയങ്കരമായിട്ട് കാല് കോച്ചി പിടിക്കും, മസിൽ കയറുകയൊക്കെ ചെയ്യും കേട്ടോ. അത് രണ്ടാമത് പ്രഗ്നൻ്റ് ആയിരുന്ന സമയം തൊട്ട് തുടങ്ങിയതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പിന്നെ എനിക്ക് ഒട്ടും തണുപ്പടിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഓവർ തണുപ്പടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വെള്ളത്തിൽ നിന്നാലുമാണ് ശരി അത് ഇങ്ങനെ കാലിങ്ങനെ കോച്ചി പിടിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടാകും കേട്ടോ. അങ്ങനെ പിന്നെ പെട്ടെന്ന് പാത്രമൊക്കെ അവിടെ നിന്ന് കഴുകുവാണ്. പിന്നെ ആ ഒരു പാത്രവും പിന്നെ ചെരുവൊക്കെ ഞാൻ ഈ ഒരു ടാങ്കിൻ്റെ സൈഡിലായിട്ടാണ് വെക്കുന്നത് കേട്ടോ. കാരണം ഞാൻ എല്ലാ പാത്രവും കഴുകി ആ ഒരു കുറ്റിയുടെ പുറത്താണ് വെക്കാറ്. എൻ്റെ മിക്ക വീഡിയോസും കാണുമ്പോൾ അറിയാം ആ കുറ്റിയുടെ പുറത്താണ് വെക്കാറ്. അപ്പം ഈ ഒരു
വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്നിട്ട് ഇത് എക്കൽ ചെളിയൊക്കെ കൂടി കലർന്നുള്ളൊരു വെള്ളമാണ് കേട്ടോ. മൊത്തം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുറുകിയ വെള്ളമാണ് കേട്ടോ. ഇങ്ങനെ ചെളിയുടെ സ്മെല്ലും ചെളിയുടെ ആണോ എന്തൊക്കെയോ ഒരു സ്മെല്ലാണ് വെള്ളത്തിന്. നമ്മൾ കാലും കൈയൊക്കെ നല്ല രീതിയിൽ കഴുകിയിട്ടാണ് കേട്ടോ നേരെ അകത്തേക്ക് കയറുന്നത്. അപ്പോൾ ഞാൻ ഈ കുറ്റിയുടെ പുറത്ത് കഴിഞ്ഞ ദിവസം ഈ പാത്രം കഴുകി വെച്ചപ്പോഴത്തേക്കും കുറച്ചധികം പാത്രമായി വന്നപ്പോഴത്തേക്കും ആ പാത്രം മൊത്തം ആ ഒരു ചേറിലേട്ട് വന്ന് വീണ് കേട്ടോ. മൊത്തം കലങ്ങിയിട്ട് പാത്രത്തിനൊക്കെ ഒരു വൃത്തികെട്ട സ്മെല്ലായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ അതെല്ലാം വെള്ളത്തിൽ നിന്ന് തപ്പിപ്പെറുക്കി, സ്പൂണൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല, അതൊക്കെ തപ്പിപ്പെറുക്കി ഞാൻ പിന്നെ വീണ്ടും ആ തട്ടയിലേക്ക് ഇട്ടിട്ട് ചൂടുവെള്ളം തിളപ്പിച്ചുകൊണ്ട് വന്ന് സോപ്പും കലക്കിയിട്ട് ആ പാത്രത്തിൻ്റെയൊക്കെ മീതേക്കൂടെ ഒഴിച്ചാണ് പിന്നെ ഞാനതൊക്കെ കഴുകിയെടുത്തത് കേട്ടോ. അപ്പോൾ അത്രയും വലിയ മുട്ടൻ പണി ഇനി മേടിക്കണ്ടല്ലോ എന്നോർത്താണ് ഞാൻ ആ പാത്രങ്ങളൊക്കെ കഴുകി ആ ടാങ്കിൻ്റെ സൈഡിൽ വെച്ചിട്ടോ. അതാകുമ്പോഴത്തേക്കും താഴെ പോകത്തില്ലല്ലോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇതൊക്കെ കഴുകുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് വിളിച്ച് പറയുമായിരുന്നു, ഈ കഴുകി വെക്കണ അനുസരിച്ച് അങ്ങ് കൊണ്ടുപോകുവാണെങ്കിൽ എനിക്ക് അത്ര എളുപ്പമാണല്ലോ. കാരണം നമ്മുടെ മുറ്റത്തൊക്കെ വെള്ളം കിടക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഒന്നാമത് തെന്നും ഈ വെള്ളത്തിൽ നിന്ന് നേരെ നമ്മൾ ടൈലിലോട്ടാണ് കയറുന്നത്. അപ്പോൾ തന്നെ പല വട്ടവും ഞാൻ തെന്നി കേട്ടോ. ചെളിയും ഈ വെള്ളമൊക്കെ ആയതുകൊണ്ട് നമ്മുടെ കാലിനൊക്കെ ഇങ്ങനെ ഒരു ഭയങ്കര വഴുക്കലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ടൈലിലോട്ട് നേരെ ഇപ്പോൾ തുണിയെ ചവിട്ടിയിട്ട് കയറിയാൽ പോലും നമ്മുടെ കാലിനൊരു പഞ്ഞിപ്പ് പോലെയാണ്. ഒരുപാട് തവണ ഞാൻ തെന്നി കേട്ടോ. തെന്നി അങ്ങ് വീണില്ല, തെന്നി അങ്ങ് പോയി ഭിത്തിയുടെ സൈഡ് വരെ ചെന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര പേടിയാണ്. അതാണ് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത്, കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കണനുസരിച്ച് അങ്ങ് കൊണ്ടുപോകുവാണെങ്കിൽ എനിക്ക് പിന്നെ പതിയെ പതിയെ അങ്ങ് കയറി പോയാൽ മതിയല്ലോ. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ചട്ടിയൊക്കെ കഴുകാം കേട്ടോ. 2 ചട്ടിയേ ഉള്ളൂ, പപ്പടം കാച്ചിയതും പിന്നെ കൊച്ചിന് കുറുക്കുണ്ടാക്കിയത് കേട്ടോ. അതൊക്കെ കുതിർത്തിട്ടേക്കുമായിരുന്നു. ഞാനിതെല്ലാം രാവിലെ തന്നെ കഴുകി വെക്കുമായിരുന്നു. പക്ഷേങ്കിൽ ആ കൊറിയർ എത്രയും പെട്ടെന്നൊന്ന് അയച്ച് കിട്ടിയാൽ മതി എന്നും പറഞ്ഞ് ഞാൻ തിടുക്കം കൂട്ടി പോകാൻ പോയത് കൊണ്ടാണ് പാത്രങ്ങളൊക്കെ അങ്ങനെ കിടന്നത് കേട്ടോ. പിന്നെ മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കും പിന്നെ പാത്രത്തിലൊക്കെ വെള്ളം തന്നെ വീണ് ഇങ്ങനെ ഫുഡ് കഴിച്ചതിൻ്റെ അതൊക്കെ ഇങ്ങനെ കുതിർന്നൊക്കെ ഇരുന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴുകിയെടുക്കാനായിട്ട് പറ്റി. അല്ലെങ്കിൽ പിന്നെ അതങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കും, പിന്നെ കഴുകാനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ചീനച്ചട്ടിയൊക്കെ കഴുകിയെടുക്കണം. ഞാനിങ്ങനെ മാന്തിയാണ് കഴുകണം. കാരണം കുറുക്കുണ്ടാക്കിയ ചട്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡിലും ഇങ്ങനെ നടുക്കുമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കരിഞ്ഞ് പിടിക്കും പോലെ ഇരിക്കും കേട്ടോ. അത് എപ്പോൾ ഞാൻ കുറുക്കുണ്ടാക്കിയാലും അങ്ങനെയാണ്, ഒരു കരിഞ്ഞ് പിടിക്കും പോലെ ഇരിക്കും. പിന്നെ ഞാൻ സ്പൂണൊക്കെ ആയിട്ട് ഇങ്ങനെ വടിച്ച് മാന്തിയൊക്കെയാണ് കേട്ടോ അതൊരുവിധം കഴുകിയെടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ കമ്പിയുടെ ഒരു സംഭവം ഇട്ട് ചില ദിവസങ്ങളിൽ കഴുകും. എനിക്ക് അതിൻ്റെ ഇങ്ങനെ നമ്മളിങ്ങനെ പാത്രത്തിൽ ഇട്ട് ഉരച്ച് കഴുകുമ്പോൾ എനിക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് എന്തോ ഇങ്ങനെ പല്ലുപുളിപ്പൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ആ കമ്പി അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കമ്പിയും കൊണ്ട് കഴുകുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി മേടിച്ച് കൊടുത്തതാണ് കേട്ടോ. എനിക്ക് സാധാരണ ഒരു സ്പോഞ്ച് പോലത്തെ സംഭവമാണ് ഞാൻ പാത്രമൊക്കെ കഴുകുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ പെട്ടെന്ന് പാത്രമൊക്കെ അവിടെ നിന്ന് കഴുകണം. അടുത്ത മഴ എരച്ച് വരുന്നതിന് മുന്നേ നേരെ അകത്ത് കയറണം, അല്ലെങ്കിൽ ഞാൻ മൊത്തത്തിൽ നനയും കേട്ടോ. കാരണം നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്ത് കഴിയുമ്പോൾ ആ ഒരു താഴത്തെ വെള്ളം മൊത്തം, ചെളിവെള്ളം മൊത്തം നമ്മുടെ മേത്തോട്ടൊക്കെ ഇങ്ങനെ അടിച്ച് കയറും. ഇപ്പം തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊതുക് കുത്താൻ തുടങ്ങിയിട്ടുണ്ട് എന്നെ. കാരണം ഇങ്ങനെ വെള്ളം കെട്ടി നമ്മുടെ മുറ്റത്ത് നിൽക്കണോണ്ട് തന്നെ ഇങ്ങനെ ഒരു സൈസ് മിന്തുണ്ടാവും, ചെറിയ പൊടിക്കൊതുക്. അതിങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ ഭയങ്കര വേദനയില്ല, ഭയങ്കര ചൊറിച്ചിലാട്ടോ. പിന്നെ നമുക്ക് മാന്തി നമ്മളിവിടെ കീറേണ്ട ഒരു അവസ്ഥ വരും, അതേപോലെ ചൊറിച്ചിലാണ് കേട്ടോ. പിന്നെ ആണെങ്കിൽ ഇപ്പോൾ പാത്രം കഴുകിക്കൊണ്ടൊക്കെ നിൽക്കണ കൊണ്ടാണ് നമ്മൾ ചൊറിയാനും മാന്താനും ഒന്നും പോകാത്ത. കാലിലും ഒക്കെ പൊതിഞ്ഞ് വന്ന് കൊതുകാണ്. ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുമ്പോഴത്തേക്കും അത് ഈ ഒരു ഭാഗത്തൊക്കെ അങ്ങനെ ഉള്ളതാണ് കേട്ടോ, ഈ ഒരു അടുക്കള ഭാഗത്ത്. പിന്നെ നമ്മുടെ അപ്പുറത്ത് ബാത്റൂമിൻ്റെ ഭാഗത്തൊക്കെ നിറച്ച് കൊതുകാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇതേ പാത്രമൊക്കെ കഴുകി ഞാൻ ഒരുവിധം എടുത്തു. ചേട്ടനെ വിളിച്ചിട്ട് വന്നില്ല കേട്ടോ, കാരണം പിള്ളേർ വഴക്കായിരുന്നുകൊണ്ട്. അങ്ങനെ ഞാൻ നേരെ അകത്ത് കയറി വന്ന് പാത്രമൊക്കെ കൊണ്ട് വെച്ചതിന് ശേഷം ബാക്കി നമ്മുടെ വട്ടും കറലുമൊക്കെ കഴുകാൻ വേണ്ടി എടുത്ത് കേട്ടോ. ഞാൻ ഇതൊരു 3 പാക്കറ്റ് വന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 2 കിലോയാണ് മേടിക്കാൻ വേണ്ടി ചെന്നത്. അപ്പോൾ 2 കിലോ ചോദിച്ചപ്പോഴത്തേക്കും 2 കിലോയുടെ പൈസ പറഞ്ഞപ്പം വില കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഞങ്ങൾ ഒരുപാട് നാളായിട്ട് മേടിക്കാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഞാൻ ഓർത്ത് 2 കിലോയ്ക്ക് എന്തായാലും വില കുറവാണ്, അപ്പോൾ 1 കിലോയും കൂടെ മേടിക്കാമെന്ന് ഓർത്തു കേട്ടോ. അങ്ങനെയാണ് 1 കിലോയും കൂടെ പ്രത്യേകം കൂടുതലേക്ക് തന്നത്. ഇത് ഇങ്ങനെ 2 കിലോ 1 കിലോ അങ്ങനെ അവർ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ. ഞാൻ ആദ്യം വട്ടം കറൽ മേടിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും അവിടെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ഒരു 10:30 11 മണി 12 മണി ഒക്കെ വരെ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ കൊറിയർ ഓഫീസിൽ പോയപ്പോഴത്തേക്കും ഒരുപാട് താമസിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് തീർന്നു പോയതുകൊണ്ട് നേരെ കോൾഡ് സ്റ്റോറേജിൽ പോയിട്ടാണ് കേട്ടോ മേടിച്ചത്. അങ്ങനെ ഭാഗ്യത്തിന് കിട്ടി. ഇനിയിപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് കഴുകി വാരി ഫ്രൈ ആക്കാമെന്ന് കരുതി കേട്ടോ. ഞാൻ വട്ടും കറലും മേടിച്ച് കഴിഞ്ഞാൽ കറി വെക്കാറില്ല, നേരെ
ഫ്രൈ ആക്കാറാണ് കേട്ടോ പതിവ്. നല്ലപോലെ വരട്ടി പെറുക്കി എടുക്കാറാണ് പതിവ്. അങ്ങനെ അതെല്ലാം സെപ്പറേറ്റ് ചെയ്യുകയാണ് കേട്ടോ. അതായത് വട്ട് വേറെ കരൾ വേറെ അങ്ങനെ റെഡിയാക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വട്ടിന് കുറച്ച് വേവ് കൂടുതലാണ്, കരൾ പെട്ടെന്ന് വേവും. അപ്പോൾ വട്ട് ആദ്യം വേവിച്ചതിന് ശേഷം അതൊരു 3/4 ഭാഗം ആകുമ്പോഴത്തേക്കും നമുക്ക് കരളിട്ട് കൊടുത്താൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ. ഒരു പാത്രത്തിൽ വട്ട് കരൾ അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് കഴുകി വാരി പെറുക്കി എടുക്കുന്നുണ്ട്. കുറച്ച് സ്പീഡിലിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് കഴുകാൻ ഒരുപാട് സമയവും വേണം, ഒരുപാട് വെള്ളവും വേണം. അപ്പോൾ വെറുതെ കണ്ട് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്താണ് ഇത്രയും സ്പീഡിലിട്ടേക്കുന്നത് കേട്ടോ. അങ്ങനെ കരളൊക്കെ പ്രത്യേകം കഴുകി മാറ്റി അതിന് ശേഷം വട്ടൊക്കെ പ്രത്യേകം കഴുകി വേറെ ചരുവത്തിലാക്കി അങ്ങനെ അതൊക്കെ കഴുകി പെറുക്കിയൊക്കെ വെച്ചു. പിന്നെ ആ ഒരു അങ്ങേയറ്റത്തിരിക്കുന്ന കുഞ്ഞുരുളിക്കകത്ത് ഇങ്ങനെ മറ്റേ നെയ്യൊക്കെയാണ് കേട്ടോ. അത് നമ്മുടെ പട്ടിക്കുട്ടന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കഴുകി വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് ആ നെയ്യൊക്കെ ഒന്ന് ഉരുക്കി ചോറിലൊക്കെ തിരുമ്മി കൊടുക്കാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകം എടുത്ത് മാറ്റി കേട്ടോ. അങ്ങനെ 3 പാത്രത്തിലായിട്ട് എല്ലാം റെഡിയാക്കി കഴുകി പെറുക്കി നേരെ അകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ അമ്മേനെ കപ്പ പൊളിക്കാനായിട്ട് ഏൽപ്പിച്ചു കേട്ടോ. അപ്പോൾ കൊത്തി നുറുക്കി അരപ്പൊക്കെ വെച്ച് പുഴുങ്ങാനാണ്. അങ്ങനെ നമ്മുടെ വട്ട് പിന്നെ ഉപ്പും മഞ്ഞളും ഇട്ട് നേരെ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. അത് പകുതി വേവാകുമ്പോഴാണ് നമ്മുടെ ഈ കരളിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ പട്ടിക്കുട്ടന്മാർക്കുള്ള ഫുഡും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ റെഡിയാക്കണമൊന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ കപ്പയൊക്കെ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് വേകാനായിട്ട് അടുപ്പ് വെച്ചു. നമ്മുടെ വട്ടും കരലും ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ, സീ യു.